കാലണയ്ക്ക് ഉപ്പ് തേക്കാത്തൊരുത്തന് എന്റെ ഏട്ടനെന്ന് പറയുന്നവൻ. അവൻ നിന്നെയും നിന്റെ കുഞ്ഞിനെയും നോക്കും. അവൻ എന്തെങ്കിലും കാര്യമായിട്ടെ നീയോ നിന്റെ വീട്ടുകാരോ കൊടുക്കുവാണെങ്കിൽ, അല്ലാതെ നിന്നോടോ നിന്റെ കുഞ്ഞിനോടോ അവന് യാതൊരു സ്നേഹവും ഇല്ല. അങ്ങനെ ഒരുത്തനുമായി ജീവിക്കുന്നതിലും നല്ലതേ നീ നിന്നെ സ്നേഹിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് പോയി നിൽക്കുന്നതാ. അവർക്കൊരു വീടുണ്ടല്ലോ, അവിടെ പോയി നിക്ക്. കണ്ണേട്ടാ, ഒരു കാരണവശാലും ഇവളെ ഈ വീട്ടിനകത്തോട്ട് കയറ്റരുത്. എന്നെ ഇറക്കി വിടരുത് കണ്ണേട്ടാ. നീ വന്നപ്പോ ഞാൻ ഉണ്ണിയോടൊരു കാര്യം പറഞ്ഞു. നീ തെറ്റ് ചെയ്താൽ നിനക്കൊപ്പം ഞാൻ അവളെ ഇറക്കി വിടുവെന്ന്. പക്ഷേ ഇപ്പൊ തെറ്റ് ചെയ്തിരിക്കുന്ന അവനാ. കാലൊടിഞ്ഞു വന്ന അവനെ പുറത്താക്കാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവൻ ഇത്രയും നാളും ജോലി ചെയ്ത പൈസയൊക്കെ അതേപടി ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുക. അവന് ജോലി പോയ ശേഷം കൊടുത്ത തുകയും അവിടെ തന്നെ കിടക്കുക. മാർക്കോ അവന്റെ കാല് തല്ലി ഒടിച്ചതുകൊണ്ട് അവന്റെ ചികിത്സയ്ക്കുള്ള പണം ഞാൻ കൊടുക്കും. പക്ഷേ അവൻ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്വാനിച്ച് ജീവിക്കുന്നവന് മാത്രമേ പണത്തിന്റെ വില അറിയാൻ പറ്റൂ. ചുളുവിന് പൈസ കിട്ടിയാൽ വിയർപ്പിന്റെ വില അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി അത് അവൻ അറിയണം. എന്നുവെച്ചാ അവൻ അധ്വാനിച്ച പൈസ കൊണ്ട് അവൻ അവന്റെ കുടുംബം നോക്കണം. അവനൊരു കുടുംബം ഉണ്ടാക്കണം. എന്നുവെച്ചാ ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന ഏർപ്പാടൊക്കെ ഞാനങ്ങ് നിർത്തിയെന്ന്. അങ്ങനെ തന്നെയാ മോനെ വേണ്ടത്. ദേ, അമ്മയുടെ വാക്കും പൂർണ്ണമായിട്ടങ്ങ് വിഴുങ്ങണ്ട കേട്ടോ കണ്ണേട്ടാ. നിന്റെ അമ്മയെ ഞാൻ അമ്മയെന്ന് വിളിച്ചതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് കടുത്ത തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. അന്യനെ ആശ്രയിക്കുമ്പോഴാ സഹായം കിട്ടാതെ വരുമ്പോ അവൻ അവന്റെ തനിക്കുണം പുറത്തെടുക്കുന്നത്. നിനക്ക് പറഞ്ഞു മനസ്സിലായോ? ഇതുവരെ നിനക്ക് കിട്ടിയ സുഖ സൗകര്യങ്ങളൊന്നും ഉണ്ണി എഴുന്നേറ്റ് നടന്നാൽ നിനക്ക് കിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടത് എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാ. എന്നാ പിന്നെ നിന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയുന്നില്ല. ഇതാ കുഴപ്പം. ഏട്ടനെക്കാളും കഷ്ടമായി ഈ കാര്യത്തിൽ ഏട്ടത്തി. നൂലുകെട്ട് കഴിഞ്ഞ കുഞ്ഞുമായിട്ടാ ഏട്ടത്തി ഇങ്ങോട്ട് വരാൻ പോകുന്നെ. അതിനുശേഷം എപ്പോഴാ ഇവളുടെയൊക്കെ ശരീരത്തില് പിശാച് കയറുന്നെന്ന് പറയാൻ പറ്റില്ല കണ്ണേട്ടാ. കുറെ കയറിയല്ലോടി, എന്നിട്ട് എന്താ സംഭവിച്ചത്? ഞാൻ നടന്നും ഇവളുടെ ഭർത്താവ് ഉണ്ണി വീൽ ചെയറിൽ വരുന്നതും ഇവൾക്ക് കാണേണ്ടി വന്നില്ലേ? എന്ത് കൊണ്ടാലും പഠിക്കില്ല. ഇനി 2 രാക്ഷസന്മാരും കൂടെ ജയിലിൽ നിന്ന് ഇറങ്ങാനുണ്ട്. അതൊക്കെ കഴിയുമ്പോ എന്തൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഏതായാലും മാർക്കോ ജീവനോടെ ഉണ്ടെങ്കിൽ വാമദേവനും പ്രതാപനും ഒക്കെ പുറത്ത് പാള കെട്ടി വെച്ച് നടക്കേണ്ടി വരും. അതുപോലെ ഇടിച്ച് അവന്റെയൊക്കെ നടുപുറം പഞ്ചറാക്കും മാർക്കോയും ലോപ്പസും കൂടി. ഞാൻ പോവാ കണ്ണേട്ടാ, എന്താന്ന് വെച്ചാ അയക്കോ. പിന്നെ അമ്മയോട് ഞാൻ ഒരിക്കൽ കൂടി പറയുവാ, അമ്മമാര് വിളമ്പുന്ന ഭക്ഷണത്തില് അതിന്റെ സ്നേഹം കൂടെ ഉള്ളതുകൊണ്ടാ രുചി കൂടുന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ രുചിയുള്ള ഭക്ഷണം കണ്ണേട്ടം കഴിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അതിൽ വിഷം കലർത്തി കൊടുത്ത് എന്റെ ഏട്ടിനെ കൊല്ലരുത്. എടി, വയറ്റിനകത്തൊരു കുഞ്ഞുള്ളതുകൊണ്ടാ നിന്നെ ഞാൻ പിടിച്ച് തള്ളാത്തത്. കയറി പോടി.